എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കൊച്ചുവേളി എന്ന് വിസിറ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പം സ്പൈസ് ഫുഡ് ആണ് ഇത്. സ്പൈസ് ഫുഡ് മിക്കവർക്കും അറിയാമായിരിക്കും, എനിക്ക് തോന്നുന്നു ആ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അറിയാം. ഇതൊരു ഓട്ടോമാറ്റിക് മെഷീനാണ് കേട്ടോ. നമ്മുടെ സൈസ് അനുസരിച്ച് കറക്റ്റ് അളവിന് പ്ലൈവുഡ് പീസാക്കി തരും. അപ്പോൾ ഇത് കസ്റ്റമേഴ്സിന് ചെയ്ത് തരും, അങ്ങനെയാണ്. അപ്പം ഏട്ടന് ഇതാണ് വർക്ക്. അതുകൊണ്ട് തന്നെ ഈ സ്പൈസ് ഫുഡ് എന്നുള്ള പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കാണാപ്പാടമായിട്ട് ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അറിയാം. എന്താ പറയുക, ഒരുപാട് അങ്ങനെ അതിനെക്കുറിച്ചുള്ള വലിയ വീഡിയോസ് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് പോയി എന്നല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. കാരണം നമുക്കതുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. എന്നാലും ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരുപാട് ഫാക്ടറീസ്, ചെറിയ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ബെൻസിൻ്റെയൊക്കെ സർവീസ് സെൻറ്ററുകൾ ഇവിടെയാണുള്ളത്. ഇതൊരു ചെറിയ യൂണിറ്റാണ്. എള്ളുണ്ടയും കപ്പലണ്ടി മുട്ടായിയും ഒക്കെ ഗവൺമെന്റ് സപ്പോർട്ട് കുഴപ്പമില്ല. കറണ്ടോ മറ്റോ വാട്ടറോ കൊത്തമട്ടി നീര് ക്ലിയർ ആക്കുക, എല്ലാமே ക്ലിയർ ആക്കുക. ലാഭം ഇല്ലാതെ കൊണ്ട് ഇത്ര വരെ ലാഭം നടത്തപ്പെടുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ തല്ലുകൊള്ളിയും ബാദുഷ കാക്കാട് ഒരു പൊട്ടൻ ചോദ്യം, അങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചു. നമ്മളിത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. അപ്പം നമ്മൾ കുറച്ച് ഒരു 2-3 സ്ഥലമായി വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇതൊരു കാർട്ടൺ പെട്ടി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. അതിൻ്റെ ഓണറാണ് നിൽക്കുന്നത്, ബ്ലാക്ക് ഷർട്ടും സൺഗ്ലാസ്സൊക്കെ വെച്ച് നിന്നത്. അപ്പോൾ ഇതാണ് ഫാക്ടറിക്കകം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര വലുപ്പത്തിനാണോ വേണ്ടത് അതുപോലെ ഓർഡർ അനുസരിച്ച് ചെയ്തു തരും. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മെഷീൻസിൻ്റെ പേരോ അങ്ങനെ ഇപ്പം നമ്മളെല്ലാവരും കൂടെ വിസിറ്റ് ചെയ്യുന്നതല്ലേ, അപ്പം അവരുടെ ജോലി സമയം മെനക്കെടുത്തി അല്ലെങ്കിൽ അതിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് നമ്മൾ ഓരോ ഫാക്ടറിയും സന്ദർശിക്കുക. അവരെ ബുദ്ധിമുട്ടിക്കരുത്, കഷ്ടപ്പെടുത്താണ്ട് തിരിച്ചു പോവുക. ഇതാണ് നമ്മുടെ ഒരു ഇത്. ജസ്റ്റ് കണ്ടു പോവുക എന്നത് മാത്രമാണ്. കാരണം വർക്കിംഗ് ടൈമാണ്. നമ്മളൊരു വിസിറ്റിംഗ് ഒരു ഫാക്ടറി എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ വേണ്ടത്, എന്തൊക്കെ മെഷീനറീസ് ആണ് വേണ്ടത് എന്നുള്ളതൊന്നും കണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫാക്ടറി വിസിറ്റിംഗ് പറഞ്ഞതും പോയതും. EDPയുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ്. അതും എന്താ പറയുക, അപ്പം നമ്മളും അതുപോലെ പെട്ടെന്ന് പോവുക. നമുക്കറിയേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയുക, വരിക. ഇത് വന്നിട്ട് എന്താ പറയുക, വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഇവിടെ. അപ്പോൾ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവിടെ അടുക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. കണ്ടോ, ഇത് ഇങ്ങനൊരു കാർഡ്ബോർഡ് ബോക്സിനകത്താക്കിയിട്ട് നമുക്ക് സാധനങ്ങൾ സെയിൽ ചെയ്യാൻ പറ്റും. ഇനി അപ്പം നമ്മുടെ കേക്കിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബോക്സ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. അപ്പം എന്തായാലും നമ്മുടെ ഈ പാക്കേജിങ് ഒക്കെ ചെയ്യുന്ന ആളുകളില്ലേ, നമ്മൾ എന്താ പറയുക, പാക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ അങ്ങനെയൊക്കെയുള്ള. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ നിന്നൊരു മാങ്ങ അടിച്ചു മാറ്റായിരുന്നു. ഇവിടെ നിന്നല്ല കേട്ടോ, പുറത്ത് ഒരു ഫാക്ടറിയുടെ ഫ്രണ്ടിൽ ഒരു മാവ് നിറച്ച് ഇങ്ങനെ മാങ്ങ ഉണ്ടായിരുന്നു. ചുമ്മാ വെറുതെ പൊട്ടിച്ചെടുത്തതാണ്. അത് ഞാൻ ഇന്നലെ മീൻകറിയിൽ ഇടുകയും ചെയ്തു. അപ്പം ഇത് പ്രവീൺ സാറിൻ്റെ കഴിഞ്ഞ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. സാർ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പം നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞു. പക്ഷെ നല്ല രസമാണ് ഇങ്ങനെ ഒരു ഫാക്ടറി അത് റൺ ചെയ്യിച്ചുകൊണ്ട് പോകുന്നത്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇത് കഴിഞ്ഞ് മധുരത്തിലാണ് പോയത്. മധുരത്തിലെ ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ പറയുന്നത് രംഗണ്ണനും പിള്ളേരും പോകുന്നു, അത് കണക്കിട്ടായിരുന്നു. അപ്പോൾ ഇതാണ് മധുരത്തിൻ്റെ ഫ്രണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.